എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്കയുടെ മഹത്വം ഇപ്പം മനസ്സിലാകില്ല. ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി പലതും പറയുന്നു എന്ന് ചിരിച്ച് കളിയാക്കിയിട്ട് ഇറങ്ങിപ്പോകും. എന്നാൽ സദക്കയുടെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുവോ? സദക്കയുടെ മഹത്വം മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ വീട്ടിലോ നിന്റെ മുമ്പിലോ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ, നീ ഇങ്ങനെ മതിമറന്ന് നടക്കുകയാണ്, ആസ്വദിച്ച് നടക്കുകയാണ്. എനിക്ക് രോഗമില്ലല്ലോ, ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, മാരകമായ ഒരു രോഗവുമില്ലല്ലോ, എനിക്ക് പ്രായമില്ലല്ലോ. പടച്ചവനെ, മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കാതെ ഇങ്ങനെ സുഖിച്ച് നടക്കുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, പോകാ സമയമായി, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്. ആ സമയത്ത് നീ അല്ലാഹുവിനോട് പറയുകയാ, അജലിന് ഖരീബ്, എനിക്കൊരൽപ്പം സമയം വേണം തമ്പുരാന്, എനിക്കൊരൽപ്പം സമയം വേണം തമ്പുരാന്. അല്ലാഹുവേ, നീ യാചിക്കുകയാണ്, ഒരൽപ്പം നേരത്തിന് വേണ്ടി നീ യാചിക്കുകയാണ്. എന്തിനാണ് യാചിക്കുന്നതെന്നറിയുമോ? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, ദിക്റുകൾ പറയാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല. പിന്നെ എന്തിനാണ് നീ ഇവിടെ കിടന്നുകൊണ്ട് ഒരല്പസമയം നിനക്ക് വേണമെന്ന് യാചിക്കാനുള്ള കാരണമെന്താ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, അല്ലാ, ഒരാൾക്കും കൊടുക്കാതെ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് തമ്പുരാന്. പള്ളികൾക്ക് ചോദിച്ചിട്ട് കൊടുത്തില്ല, മദ്രസകൾക്ക് കൊടുത്തില്ല, യതീമീങ്ങൾക്ക് കൊടുത്തില്ല, രോഗികൾക്ക് കൊടുത്തില്ല. പടച്ചവനെ, ഞാൻ ആർക്കും കൊടുക്കാതെ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് അല്ലാ, എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭാര്യയോടൊന്ന് പറയാരാ, എന്റെ ഭാര്യയോട്, എന്റെ മക്കളോട് എനിക്കൊരു കാര്യം പറയാനാണ്. ഞാൻ മരിച്ച എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പള്ളിക്കൊന്ന് കൊടുക്കണേ, പള്ളിക്കൊന്ന് കൊടുക്കണേ, പാവങ്ങൾക്ക് കൊടുക്കണേ എന്നൊന്ന് പറയാ. എനിക്കൊരൽപ്പം സമയം വേണമല്ലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അതാ ശരീരത്തെ സ്വർണ്ണാഭരണമിട്ടുകൊണ്ട് വഅദ കേൾക്കാമെന്ന പെങ്ങളോട് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഊരിക്കൊടുക്കാ പറയുമ്പോ, മനസ്സില്ലാത്ത ഉമ്മ, മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയം നീ അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ, എനിക്കൊരല്പസമയം വേണം തമ്പുരാന്. എന്തിനാണെന്നറിയുമോ? എന്റെ ഭർത്താവിനോടൊന്ന് പറയാറ്, ഇച്ഛാ, ഞാൻ മരിക്കുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണമെങ്കിലും അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കണേ എന്നൊന്ന് പറയാ. അജലിന് ഖരീബ്, എനിക്കൊരൽപ്പം സമയം തരണേ എന്ന് യാചിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാ, പടച്ച റബ്ബേ, ഫഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും അല്ലാഹു തരില്ല വാപ്പാ. നീ എത്ര കോടാനുകോടി രൂപ നീ സമ്പാദിച്ചവനാണെങ്കിലും ഒരു നിമിഷം പോലും അല്ലാഹു നിനക്ക് തരൂല. നീ പള്ളിപ്പറമ്പിൽ പോകുമ്പോ ഈ കാണുന്ന ഖബർസാനിൽ നിന്നെക്കാലം വീട് വെച്ച
കുടിച്ചവര് കിടക്കുന്നുണ്ട്, നിന്നെക്കാല് സമ്പത്തുള്ളവര് കിടക്കുന്നുണ്ട്. എന്തേ ഇവരെ വീട്ടിൽ കബറടക്കാനത്? ഇവർക്ക് ആർക്കെങ്കിലും വരുമ്പോ പടച്ചവനെ പാവപ്പെട്ടവന് ധരിപ്പിക്കുന്ന 3 കഷ്ടമ തുണിയല്ലാതെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒന്ന് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല സഹോദരാ. നാളെ നിന്റെ ഗതിയിതാ, എന്റെ ഗതിയിതാ. നമ്മളും ഇതുപോലെ ഒരു ദിവസം വരണ്ടവരാട്. അതുകൊണ്ട് മരണസമയത്ത് കടന്ന് എനിക്ക് സദഖ ചെയ്യാൻ സമയം തരട് എന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഒരു ചാക്ക് സിമന്റ് കൊടുത്ത് വാങ്ങിക്കൊടുത്ത, ഒരു കല്ലെങ്കിലും വാങ്ങിക്കൊടുത്ത ഒരു മനുഷ്യനും സങ്കടപ്പെടണ്ടടോ. അത് ജാരിയായ സദഖയാ, അത് ജാരിയായ സദഖയാ. അത് മതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ദുർമരണങ്ങളിൽ നിന്ന് സദഖ നിന്നെ രക്ഷപ്പെടുത്തുമെന്നാണ്. സദഖ ചെയ്യുന്നവരെ അല്ലാഹു ദുർമരണം, മോശമായ മരണം, ഈമാനില്ലാത്ത മരണം. ഇന്ന് പടച്ചവനെ, പണ്ട് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. കാരണം അവർക്ക് ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ബോധമുണ്ടായിരുന്നു. ഇന്നാ ചിന്തയില്ലടോ. ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നാൽ മരിച്ചാ മതിയല്ലോ, അതാ ആത്മഹത്യ ചെയ്യുകയാണ്. പടച്ചറപ്പേ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മരണമാണെങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് സദഖ കൊടുത്താ അല്ലാഹു ദുർമരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തവരോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവിൽ തരുന്ന 3 പ്രതിഫലമുണ്ട്, ആഖിറത്തിൽ തരുന്ന 3 പ്രതിഫലമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത പിരിയാ. എന്റെ പ്രിയപ്പെട്ടവര്, ആഖിറത്തിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാ കൊതിക്കാത്ത ആരുമില്ലല്ലോ. നമ്മുടെ വലിയ മോഹമാണല്ലോ. എങ്കിലും ഈ പള്ളി പണിയുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു രൂപയെങ്കിലും സദഖ കൊടുത്തവരോട് പറയുകയാ, അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അല്ലാഹു പറയുകയാ, സ്വർഗ്ഗം തരാമെന്ന് പടച്ച റബ്ബ് പറയുകയാ. അതുകൊണ്ട് ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം നിന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുമ്പോ 70 മുതൽ 70,000 മലക്കുകൾ റൂഹ് പിടിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ മരണപ്രാളത്തിൽ കടന്നു നീ പിടയുമ്പോ നിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വരികയാണ്. എന്നിട്ട് ആ മലക്കുകൾ പറയുന്നു, നീ പള്ളിക്ക് കൊടുത്തവനാണല്ലോ, നീ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തവനാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് കാണിച്ചു തരികയാ. ആ സ്വർഗ്ഗം കണ്ടിട്ട് വേണം നീ മരിക്കാൻ. ആ സ്വർഗ്ഗം കണ്ടിട്ട് വേണം മരിക്കാൻ. അതുകൊണ്ടാണ് മരിച്ചു കിടക്കുന്നവരുടെ മുഖത്തൊരു പ്രകാശം കാണുന്നത്. മരിച്ചു കിടക്കുന്നവരുടെ മുഖത്ത്, അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വരാനുള്ള കാരണം കോപടി കേട്ടിട്ട് ചിരിച്ചതല്ല, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ട സന്തോഷം കൊണ്ട് ചിരിച്ചതാ. അതുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി 5 നയാ പൈസ കൊടുത്തവരോട് പറയുകയാ, നീ മരിക്കുന്ന സമയം അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് അല്ലാഹു കാണിച്ചു തരും. നിനക്ക് അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു തരും ബാപ്പാ. ആ സ്വർഗ്ഗം കണ്ടിട്ടാണ് നീ മരിക്കുന്നത്. 2, അല്ലാഹുവേ, ഏറ്റവും ഭയാനകമായ ഒരു ദിവസം വരാനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരലോകമെന്ന് പറയുന്ന ആ മഹ്ശറയെ കുറിച്ച് നിനക്കറിയുമല്ലോ. എന്തൊരു ഭയാനകമാ ബാപ്പാ. ഒരു ചാണ് മുകളിൽ സൂര്യനുദിച്ച് നിൽക്കുന്ന ദിവസമാണല്ലോ. ചെമ്പിന്റെ തറയിലൂടെ തുണിയില്ലാതെ നിന്ന് വിയർപ്പിനകത്ത് മുങ്ങുന്ന ദിവസമാണല്ലോ. അല്ലാഹുവേ, എല്ലാവരും ഭയന്ന് വിറയ്ക്കുന്ന പരലോകമെന്ന് പറയുന്ന ഏറ്റവും ശർറായ ദിവസം. വലക്കാ
ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ദിവസമേതാ സഹോദരാ? അത് പടച്ച റബ്ബിന്റെ പരലോകമാ, അല്ലാഹുവിന്റെ ഭയാനകമായ പരലോകം. നിനക്കറിയാഞ്ഞിട്ടാണ് മനുഷ്യന്മാര് ചെയ്തു പോയ പാപങ്ങൾക്കനുസരിച്ചവന്റെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങുകയാണ്. മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിനകത്ത് മുങ്ങുകയാണ്. ചെറുപ്പക്കാരാ, തലച്ചോറ് തിളയ്ക്കുമടാ മോരെ. നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിക്കുന്ന ദിവസമാണ് പരലോകം. ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ചിലർ എഴുന്നേൽക്കുകയാണ്. നിങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ കാണുന്ന ഖബറുണ്ടല്ലോ, ഈ ഖബർസ്ഥാനിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് വരികയാ. അവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, അവർക്ക് നാളെ ഹിസാബില്ല. അവരെ നാളെ അല്ലാഹു വിചാരണ ചെയ്യില്ല. ഹിസാബ് യസീറാ. പെട്ടെന്ന് പടച്ച റബ്ബ് അവരെ അതാ ചെറിയ ഹിസാബ് ചെയ്തിട്ട് അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് പറന്നു വിടുകയാണ്. അവര് സ്വർഗത്തിലേക്ക് പറക്കുകയാണ്. പച്ചപ്പറവകളെ പോലെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പറന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ? വിചാരണ കഴിഞ്ഞോ? സിറാത്ത് കടന്നോ? നിങ്ങളാരാ? ഇത്ര പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടന്നു വരുന്നല്ലോ. നിങ്ങൾ എന്ത് നന്മ ചെയ്തതിന് റബ്ബ് തന്ന പ്രതിഫലമോ? നിങ്ങൾ എന്ത് നന്മയാ ചെയ്തത്? വാപ്പാ, പാവപ്പെട്ടവനായ നീ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിക്ക് വേണ്ടി നിന്നെ കൊണ്ട് കഴിയുന്നത് കൊടുത്തില്ലേ? നാളെ പറവകളെ പോലെ പറക്കാ. നാളെ പടച്ച റബ്ബ് നിന്നെ പരലോകത്ത് നിർത്തി പ്രയാസപ്പെടുത്തില്ല. അല്ല പറഞ്ഞതാ, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ജന്മം നൽകിയ പിതാവ് നിന്നെ തിരിഞ്ഞു നോക്കില്ല. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് നിന്നെ കണ്ട പരിചയം കാണിക്കാത്ത ദിവസമാ. നിന്റെ ഭാര്യക്ക് നിന്നെ വേണ്ട, നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ട, നിന്റെ കൂടപ്പറപ്പുകൾക്ക് നിന്നെ വേണ്ട, ഒരാളും നിന്നെ സഹായിക്കില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നാളെ നിനക്ക് പേടിയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഭയമില്ലാതെ പരലോകത്ത് കൂടെ നിനക്ക് നടക്കാം. 3 വലക്കാഹും നദറതം വസുറൂറാ. അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നിനക്കെല്ലാം വാരിക്കോരി തന്ന പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ കാണാനുള്ള അവസരം അല്ലാഹു നിനക്ക് തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന് വീട് പണിയാറ് ഇത് അല്ലാഹുവിന്റെ ഭവനമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള സർവ്വ പള്ളികളാകട്ടെ, അല്ലാഹുവേ പരിശുദ്ധമായ കഅബാലയമാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയാകട്ടെ, ഫലസ്തീനിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് ആകട്ടെ, ഈ കാണുന്ന പള്ളിയാകട്ടെ, ലോകത്തുള്ള പള്ളികൾ മുഴുവനും സ്വർഗത്തിലാ. ലോകത്തുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ പള്ളികളും സ്വർഗത്തിലാണ്. ആ പള്ളി വെറുതെയല്ല സ്വർഗത്തിൽ പോകുന്നത്. ആ പള്ളി സ്വർഗത്തിൽ പോകുമ്പോ ആ പള്ളിക്കകത്ത് 5 വിഭാഗം ആളുണ്ടോ. അവര് പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകുന്നവരാ. ആ 5 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? നിങ്ങളാ
സഹോദരാ, ഈ പള്ളി പണിയാൻ കൊടുത്തവരാണ്, ഈ പള്ളി പണിയാ സഹായിച്ചവരാണ്, ഈ പള്ളി പണിയാ സ്വർണം കൊടുത്ത പെങ്ങള്. ആര് മറന്നാലും പള്ളി മറക്കൂല, ആര് മറന്നാലും പള്ളി മറക്കൂല. അല്ലാഹ് പറയുകയാ, അല്ലാഹുവിനെ കാണാനുള്ള അവസരം അല്ലാഹു നിനക്ക് തരും ചെറുപ്പക്കാരാ. ഉപ്പമാരേ ഉമ്മമാരേ, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അപ്പൊ നിനക്ക് മരണത്തോടു കൂടി കിട്ടുന്ന 3 പ്രതിഫലം എന്താണ്? 1 നല്ല മരണമാണ്, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാണ്. 2 ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ആ ശർറായ ദിവസം നിനക്ക് ഭയമില്ലാതെ നടക്കാം, പേടിയില്ലാതെ പോകാം. നാളെ പരലോകത്ത് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. 3 വലക്കാഹു നദറതം വസുറൂറാ. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നിനക്ക് അല്ലാഹനെ കാണാ. വുജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തവർക്ക് റബ്ബ് തരുന്ന പ്രതിഫലമാണ്. അല്ലാഹുവേ, ആരെല്ലാം ഈ പള്ളിയെ സഹായിച്ചോ അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആരൊക്കെ ഈ പള്ളിക്ക് വേണ്ടി 5 നയാ പൈസ കൊടുത്തിട്ടുണ്ടോ, നീ മരിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കാണിച്ചു തരും, ഇതാണ് ആ കൊടുത്തതിന്റെ പ്രതിഫലം. ഇത് കണ്ട് മരണവേദന അറിയാതെ ഷഹാദത്ത് കലിമ പറഞ്ഞ് നീ മരിച്ചോ, അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. 2, ഈ കാണുന്ന ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പരലോകത്ത് പോകുമ്പോൾ അല്ലാഹു വിചാരണ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ വിചാരണ ചെയ്യുന്ന സമയം നിന്നോട് അല്ലാഹു കരുണ കാണിക്കും. നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട. കാരണം നീ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു വീട് പണിയാൻ നിന്നെ കൊണ്ട് കഴിയുന്നത് നീ കൊടുത്തവനാണ്, നീ ഭയപ്പെടണ്ട എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, നാളെ സ്വർഗത്തിൽ ചെന്നിട്ട് എന്നെയും നിന്നെയും പടച്ച അല്ലാഹുവിനെ കൺകുളിർമയായിട്ട് അൽഹംദുലില്ലാ, ചന്ദ്രൻ ആകാശത്ത് പൂർണ്ണ ചന്ദ്രനെ നീ കാണുന്നത് പോലെ നിനക്ക് അല്ലാഹനെ കാണാനുള്ള അവസരം അല്ലാഹു തരും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഇത് കൊടുത്തവർക്ക് അല്ലാഹു തരുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം കൊടുത്തോ ആ കൊടുത്തവർക്ക് അല്ലാഹു തരുന്ന 3 പ്രതിഫലം ഞാൻ പറഞ്ഞു. ഇനി കൊടുക്കാൻ പോകുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു വാപ്പ ഓർത്തു വെച്ചോണം, ചെറുപ്പക്കാരൊക്കെ ഇരിക്കണ ചെറുപ്പക്കാര്, വാപ്പ പറയും ഉമ്മ പറയും പണമില്ല, ഉണ്ട തിന്നണ്ട ഒരു അകത്ത് കിടന്നിട്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണം ചോദിച്ചു വരുന്ന ഒറ്റ ഒരുത്തനും മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. സ്ത്രീധനം എന്നൊക്കെ ചോദിക്കുന്നവനെ വീട്ടിൽ പോലും കെട്ടിയേക്കരുത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങളൊന്ന് പറയട്ടെ, എനിക്ക് കേൾക്കാനാ. എന്ത് കിട്ടും? സമാധാനം കിട്ടും. ഉണ്ടോ? കീരിയും പാമ്പിനെ പോലെ കണ്ട, ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ട കീരിയും പാമ്പിനെ പോലെ കടിച്ചു കീറുകയാ. വീട്ടിൽ സമാധാനമില്ല, ബെഡ്റൂമിൽ സമാധാനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകെ ജീവിതം തന്നെ നരകമായി മാറിയിരിക്കുകയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണോ? നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ നിന്റെ വീട് സ്വർഗമാകണോ? നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ നിന്റെ മക്കളോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. നമ്മുടെ വീട് സ്വർഗമാകണം. അല്ലാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ.
ഈ വയല് കേൾക്കാമെന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു വീട് പറഞ്ഞു തരാം. ഈ വീട് പോലെയാണ് ഇന്നിവിടെ നിന്നിറങ്ങി പോകുമ്പോൾ നിങ്ങളെ വീടാകേണ്ടത്. ഈ വയല് കഴിഞ്ഞിവിടെ നിന്നിറങ്ങി പോകുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പല സംഭവങ്ങളും നടക്കുകയാണ്. ഇന്ന് ഈ വയല് കേൾക്കാമെന്നിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ വീട് കാണാൻ ഇന്ന് അതിഥികൾ വരികയാണ്. ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട് കാണാൻ വരുമടോ. ആരുടെ വീട് കാണാനാണ് മലക്ക് വരുന്നതെന്നറിയുമോ? ആരുടെ വീട് കാണാനാണ് മലക്ക് വരുമെന്നറിയുമോ? ഞാൻ നിങ്ങൾക്കൊരു വീട് പറഞ്ഞു തരാ. നിങ്ങളുടെ വീട് എങ്ങനെയാകണം? നിങ്ങളുടെ വീട് എങ്ങനെയാകണം? അങ്ങനെ നിങ്ങളുടെ വീടാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ലാഹുവേ, ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു പെണ്ണ് തന്റെ വീടിന്റെ കവാടത്തിൽ തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ, സ്വാലിഹത്തായ ഭാര്യ അങ്ങനെയാണ്. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. പടച്ചവനെ, തന്റെ ഭർത്താവിനെ കാണാതെ വന്നപ്പോ ഭാര്യ ഇങ്ങനെ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാണ്. നിസ്കരിക്കാൻ പോയതാണ്, നിബിതങ്ങളുടെ മുമ്പിൽ പോയതാണ്. വാപ്പയെയും മകനെയും കാണുന്നില്ല. ഭാര്യ വീടിന്റെ മുമ്പിൽ കാത്തു നിൽക്കുകയാ. അങ്ങനെ ഒരുപാട് സമയം കഴിയുമ്പോ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പൊന്നാര മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ വീട്ടിലേക്ക് വരുന്നത് ഉമ്മു സുലൈമ കാണുകയാ. വല്ലാത്ത സന്തോഷമായി. തന്റെ ഭർത്താവ് വരുന്നുണ്ട്, തന്റെ പൊന്നാര മകൻ വരുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ ഒരു സമാധാനമായി. പടച്ചവനെ, ഭർത്താവും മകനും ഇങ്ങനെ നടന്ന് അടുത്തു വരുമ്പോ ഉമ്മു സുലൈം ഒരു കാഴ്ച കാണുകയാ. കൂടെ വേറെ ഒരു പ്രായമുള്ള ഒരാൾ കൂടെയുണ്ട്. മൂന്നാമനായിട്ടൊരു മനുഷ്യൻ കൂടെയുണ്ട്. പടച്ചവനെ, ഉമ്മു സുലൈം വീടിനകത്ത് കയറി. ഭർത്താവ് സലാം പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കടന്നു വന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അടുക്കളയിലിരിക്കുകയാണ്. ഉമ്മു സുലൈം അതാ തൽഹയോട് ചോദിച്ചു, തൽഹ, കൂടെ ഒരാളിരിക്കുന്നല്ലോ, ആരാണ്? അബൂ തൽഹ. പെണ്ണേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, സഹാബ, ഒരു പാവപ്പെട്ട യാത്രക്കാരനുണ്ട് സഹാബ, ആരാ ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ കൊണ്ടുപോകാൻ, ഞാൻ ഭക്ഷണം കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യനാണ്. ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ, ആ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ, ആ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ, ആകെയുള്ളതൽപ്പം ഭക്ഷണമാണ്. നമ്മുടെ മകന് പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് ആകെ ഉള്ളത് ഈ ഭക്ഷണമാണ്. നമ്മൾ കഴിക്കാതിരുന്നാൽ നമ്മുടെ മകന് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ നിങ്ങൾ കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ഇരുന്നിട്ട് സങ്കടപ്പെടുകയാ. വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അനസ് എന്ന് പറയുന്ന പൊന്നാര മകൻ കയറി വരികയാണ്. പടച്ചവനെ, എന്റെ ഉമ്മ കരയുന്നത്? മോനെ അനസേ, നിനക്കറിഞ്ഞാനുള്ള ഭക്ഷണമേ വീട്ടിലുള്ളൂ. ഒപ്പ കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല. 3 പേരും അടുക്കളയിലിരിക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ആ സ്വാലിഹത്തായ ഭാര്യ പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാം.
ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ വഴിയെന്നറിയുമോ? ഈ ഭക്ഷണം മുഴുവനും ഒരുമിച്ച് ഒരു പാത്രത്തിനകത്ത് വെക്കാ. എന്നിട്ട് വാപ്പയും മകനും ആ മനുഷ്യനും കൂടെ ഒരുമിച്ച് തിന്നാനിരിക്കണം. നിങ്ങൾ 3 പേരും ഒരുമിച്ച് കഴിക്കാനിരിക്കണം. മോനെ അനസേ, ഉമ്മ പറയുന്നതനുസരിക്കണേ മോനെ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ എന്റെ പൊന്നുമകന് വിളക്കണയ്ക്കണം. അടുത്തിരിക്കുന്ന വിളക്ക് കൈകൊണ്ട് തട്ടി അങ്ങ് തറയിലേക്ക് തെള്ളികിടണം. ആ വിളക്കണഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരെ പോലെ അഭിനയിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ആ പാവപ്പെട്ടവൻ കഴിക്കട്ടെ, മോൻ വാരി കഴിക്കരുത്. ഭർത്താവിനോട് പറയുന്നു നിങ്ങളും കഴിക്കരുത്. ആ മനുഷ്യനൊന്നും അറിയാതെ വാരി കഴിക്കട്ടെ. അങ്ങനെ സമ്മതിക്കുകയാണ്. പാത്രത്തിനകത്ത് ഭക്ഷണം വെച്ചു. 3 പേരും ഒരുമിച്ചിരുന്നു. അനസ് എന്ന് പറയുന്ന ചെറിയ മകന് ചിന്തിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പട്ടിണിയാണ്. ഉമ്മ പറയുന്നതനുസരിക്കണോ വേണ്ടയോ? ആ പൊന്നുമകൻ സ്വാലിഹായ ഒരു മകനാണ്. ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണക്കുകയാണ്. ഇരുട്ടാട്, വാരി തിന്നാൽ ആരും അറിയില്ല. എന്നാലും മനസ്സെന്ന് പറയുന്ന പൊന്നുമകനിരുന്ന് അഭിനയിക്കുകയാ. അങ്ങനെയാ വന്ന മനുഷ്യൻ വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചു. ഒന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ് എന്നവിടുന്ന് ദുആ ചെയ്തു പോവുകയാണ്. റബ്ബേ, ആ കുടുംബമൊന്ന് പട്ടിണി കിടന്നടോ. അവരെത്ര ആവശ്യക്കാരാണ്. ആ ചെറിയ മകന് പട്ടിണിയാണ്. ഒരു ദിവസമല്ല, ഒരു നേരമല്ല, വയറ് നിറച്ച ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പൊന്നുമോൻ. ആ കുടുംബം 3 പേരും അന്ന് രാത്രി പട്ടിണി കിടക്കുകയാണ്. പടച്ചവനെ, ഒരാളും പരാതി പറഞ്ഞില്ല. ഉപ്പ എന്തിനാ എനിക്ക് തരാതെ കൊടുത്തതെന്ന് ചോദിച്ചില്ല. അങ്ങനെ സുബഹി ബാങ്ക് വിളിക്കുമ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചുണർത്തുന്നു. പെണ്ണേ, സുബഹിയുടെ ബാങ്ക് വിളിക്കുകയാ, എഴുന്നേക്കു പെണ്ണേ, നിസ്കരിക്കണം പെണ്ണേ, പൊന്നുമോനെ വിളിച്ചു വിടൂ, പൊന്നുമോനെ വിളിച്ചു വിടൂ. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അനസ് എന്ന് പറയുന്ന പൊന്നാര മകനെ വിളിക്കുമ്പോ, വാപ്പാ നടക്കാൻ പറ്റുന്നില്ല വാപ്പാ, ശരീരം തളരുന്നു വാപ്പാ. അനസ് എന്ന് പറയുന്ന പൊന്നാര മകന് പട്ടിണി കാരണം ശരീരം തളരുന്നു എന്ന് പറയുമ്പോ പിതാവ് പറയുന്ന ചുമലിലേക്ക് കേറുമോനെ. തന്റെ പൊന്നാര മകനെ ചുമലിലേറ്റിയിട്ട് പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാ പോവുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എന്റെ അബൂ തൽഹ എവിടെ, എന്റെ അബൂ തൽഹ എവിടെ? നബിയേ, യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തൽഹ, ഇന്നലെ വിളക്കണച്ച് നടത്തിയ വിരുന്നുണ്ടല്ലോ, ഇന്നലെ വിളക്കണച്ചിട്ട് നിങ്ങൾ നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വീടിനകത്ത് നടന്നത് എങ്ങനെ അറിഞ്ഞു നബിയേ? എന്റെ വീടിന്റെ റൂമിനകത്ത് നടന്നത് അങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തൽഹ, ഇന്നലെ ജിബ്രീൽ വന്നു. തൽഹ, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. ജിബ്രീൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഹ നഫ്സിഹി
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി അബൂ തൽഹ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, ഇന്നലെ സുബഹി വരെ തിരക്കായിരുന്നു, നിന്റെ വീട്ടിൽ സുബഹി വരെ തിരക്കായിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കാണാമെന്നു, നിന്റെ മകനെ കാണാമെന്നു. നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമോനും കൂടെ പൊള്ള ഭക്ഷണം പാവപ്പെട്ടവന് കൊടുത്തിട്ടു പട്ടിണി കിടക്കുന്നത് കാണാൻ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, മനോഹരമായ ഒരു പള്ളിയായി സഹോദരാ, പക്ഷേ ഈ പള്ളിയുടെ ചുറ്റും ഒരു മതിൽ കെട്ടണമല്ലോ. ഇല്ലെങ്കിൽ എന്ത് പള്ളിയാണ്? പള്ളിയുടെ ചുറ്റുഭാഗത്തൊരു മതിൽ കെട്ടി പള്ളിയുടെ പറമ്പ് മുഴുവനും നിന്റെ വീട് മതിൽ കെട്ടിയിട്ട് നീ തിരിക്കുന്നവനാണ് എങ്കിൽ ഈ പള്ളിയുടെ ചുറ്റുപാടുമൊന്ന് മതിൽ കെട്ടിയിട്ട് അല്ലാഹുവിന്റെ ഭവനമൊന്ന് സേഫ്റ്റിയാക്കണമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ. പിന്നെ ഒരുപാട് നന്മകൾ ചെയ്യണം. പള്ളിയുടെ മുമ്പിൽ ഇന്റർലോക്ക് ഇടണം, ഈ പള്ളി മനോഹരമാക്കണം. അല്ലാഹുവേ, ഇവരുടെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ വരാൻ പോകുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ വിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ ചുറ്റുഭാഗം മുഴുവനും നായി കയറി ഇറങ്ങി പോകുന്ന അവസ്ഥ വരരുത്. പള്ളിയുടെ ചുറ്റുഭാഗം മുഴുവനും മറയ്ക്കണം. പള്ളിയുടെ മുമ്പിൽ ഇന്റർലോക്ക് ഇടണം. പള്ളിയിൽ വരുന്നവർക്കൊരു പ്രയാസമാകാത്ത രീതിയിൽ മനോഹരമായി പള്ളിയുടെ ചുറ്റുപാട് നിങ്ങൾ വൃത്തിയാക്കണം. വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നതിനേക്കാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ കൊടുത്ത ഇന്ന് രാത്രി വരും വാപ്പാ, നിന്റെ വീട് കാണാൻ. ഖുർആനിൽ ആയത്തിറങ്ങൂല, അല്ലാഹുവിന്റെ ഖുർആനിൽ ഇനി ആയത്തിറങ്ങൂല, പക്ഷേ ഇന്ന് നിന്റെ വീട് കാണാൻ ആകാശലോകത്ത് നിന്ന് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മാലാഖമാര്, ആ മലക്കുകൾ ഇന്ന് നിന്റെ വീട്ടിൽ വരണം ദുആ ചെയ്യാറ്. ഇന്ന് നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സമാധാനം. അത് ഓർമ്മ വേണം സഹോദരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ ഇടതുഭാഗത്ത് കാണുന്ന ഖബർസാര്, ഇവിടെയാ ഒരുപാട് പേര് കിടക്കുന്നത്. ഇതുപോലെ ഒരു ദിവസം നീയും വന്ന് കിടക്കേണ്ടവനാണ്. എത്ര കോടികൾ ചെലവഴിച്ചു പണിത വീടാണെങ്കിലും ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ മീസാൻ കല്ലിന്റെ അടിയിൽ കിടക്കേണ്ടവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു പറയുന്നു നിനക്കൊരു പ്രതിഫലം തരാ. അല്ല പറയുന്നു നിനക്കൊരു പ്രതിഫലം തരാ. നിനക്ക് സ്വർഗം വേണോ? നിനക്ക് സ്വർഗം വേണോ? അല്ല പറയുന്നു നിനക്ക് സ്വർഗം തരാമെന്ന്. ഞാനല്ല പറയുന്നത്, പടച്ച റബ്ബാണ് പറയുന്നത്. അല്ല വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാണ്. അതുകൊണ്ട് മുസ്ലിമേ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണേ. ഉസ്താദേ, ഞാൻ ഒരുപാട് കൊടുത്തവനാണെന്ന് പറയരുത്. കൊടുത്തത് കഴിഞ്ഞു വാപ്പാ, കൊടുത്തത് കഴിഞ്ഞു വാപ്പാ. എല്ലാം ചെയ്തിട്ട് അവസാനം അല്ലാഹുവിന്റെ പള്ളിയുടെ ചുറ്റുപാട്